സിംഹത്തിന്റെ ശ്വാസം ഗർജനം പോലെയാണ് എന്നൊരു വളരെ പ്രശസ്തമായ സിനിമാ ഡയലോഗുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഇന്ന് ഇറാന്റെ കാര്യം ഏകദേശം അതുപോലെ തന്നെയാണ്. ലോകം മുഴുവൻ സമാധാന ചർച്ചകളെക്കുറിച്ച് സംസാരിച്ച് കൈയടിക്കുമ്പോൾ അണിയറയിൽ ഇസ്രയേലിനും അമേരിക്കയ്ക്കും നട്ടപ്പാതിരയ്ക്ക് ഞെട്ടാൻ പോകുന്ന ഒരു മാരക സർപ്രൈസ് ഒരുക്കുകയാണ് ഇറാൻ. അതെ, എന്തും നേരിടാൻ ഉറച്ചുകൊണ്ട് ഒരു മഹാവിസ്ഫോടനത്തിന് ഇറാൻ ഇപ്പോൾ സ്കെച്ചിട്ട് കഴിഞ്ഞു. പുറമെ ചർച്ചകളുടെ ശാന്തത കാണിക്കുമ്പോഴും ഉള്ളിൽ ജെറുസലേമിനെയും ഗൾഫിലെ അമേരിക്കൻ സഖ്യകക്ഷികളെയും ഒരേ സമയം ചാരവാക്കാൻ ശേഷിയുള്ള വൻ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് ഇറാൻ നിശബ്ദമായി നീക്കം തുടങ്ങിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് 18 പോലുള്ള പല ദേശീയ മാധ്യമങ്ങളും ഈ കാര്യം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ശത്രുക്കൾ പോലും പ്രതീക്ഷിക്കാത്ത ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ആ രഹസ്യ ഓപ്പറേഷന് പിന്നിലെ ഞെട്ടിക്കുന്ന യുദ്ധതന്ത്രങ്ങൾ എന്തൊക്കെയാണ്? പശ്ചിമേഷ്യ വീണ്ടും ചോരക്കളമാക്കാൻ പോകുന്ന ആ അണിയറ കഥകളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഇതൊരു സാധാരണ സൈനിക നീക്കമല്ല. ലോകരാഷ്ട്രീയത്തിന്റെ ദിശ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു ഭീഷണിയാണ് ഇപ്പോൾ രൂപം കൊള്ളുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും പങ്കെടുത്ത സുരക്ഷാ വിലയിരുത്തലിൽ ഇറാൻ ഏത് നിമിഷവും മുൻകൂർ ആക്രമണം ആരംഭിക്കാമെന്ന വിലയിരുത്തലാണ് ഉയർന്നത്. ദി ജെറുസലേം പോസ്റ്റിന്റെ റിപ്പോർട്ട് പ്രകാരം ഇറാന്റെ സൈനിക നീക്കങ്ങളെക്കുറിച്ച് ഇന്റലിജൻസ് ഏജൻസികൾ അതീവ ജാഗ്രതയിലാണ്. പ്രത്യേകിച്ച് ജെറുസലേമിനും ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കും നേരെയായിരിക്കും ആദ്യ പ്രഹരമെന്ന ആശങ്കയാണ് ഇസ്രായേലിനെയും അമേരിക്കയും കൂടുതൽ ഭീതിയിലാക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഇപ്പോഴത്തെ ചർച്ചകൾ പുറമേ കാണുമ്പോൾ സമാധാനത്തിലേക്കുള്ള നീക്കങ്ങളായി തോന്നാമെങ്കിലും യാഥാർത്ഥ്യത്തിൽ അത് പരസ്പര അവിശ്വാസത്തിന്റെ മതിലുകൾക്കുള്ളിൽ നടക്കുന്ന അതീവ സംഘർഷഭരിതമായ രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ്. നേരിട്ടുള്ള കൂടിക്കാഴ്ചകൾക്ക് പകരം പരോക്ഷ ചർച്ചകൾ മാത്രമാണ് നടക്കുന്നത് എന്നത് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭീമമായ അവിശ്വാസത്തിന്റെ തെളിവ് തന്നെയാണ്. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തതുപോലെ കരട് വാചകങ്ങൾ കൈമാറി സമാധാന കരാറിലേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന്റെ അടിത്തറ വളരെ ദുർബലമാണ്. ഏതു നിമിഷവും അത് തകർന്നു വീഴാം. ഈ പ്രതിസന്ധിയുടെ ഹൃദയഭാഗത്ത് നിലകൊള്ളുന്നത് ഇറാന്റെ ആണവ പദ്ധതിയാണ്. അമേരിക്ക ഇസ്രായേൽ സഖ്യത്തെ ഏറ്റവും വലിയ ഭീതിയിലേക്ക് തള്ളിവിടുന്ന ചോദ്യവും അത് തന്നെയാണ്. ഇറാൻ ആണവായുധ ശേഷിയിലേക്ക് എത്തിച്ചേരുകയാണോ? റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ ഇതിനകം 60% വരെ യുറേനിയം സമ്പുഷ്ടീകരണമാക്കിയിട്ടുണ്ട്. ആണവായുധ നിർമ്മാണത്തിന് ആവശ്യമായ 90% വളരെ അടുത്ത അവസ്ഥയാണിത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഓരോ നീക്കവും ഇപ്പോൾ അമേരിക്ക അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. അമേരിക്കയുടെ ഏറ്റവും വലിയ ആവശ്യം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിൽ നിന്ന് പുറത്തേക്ക് മാറ്റണം എന്നത് തന്നെയാണ്. എന്നാൽ ഇറാൻ അതിന് തയ്യാറല്ല. ആണവശേഷി തങ്ങളുടെ ദേശീയ സുരക്ഷയുടെ ഭാഗമാണെന്നും വിദേശ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്നും ഇറാൻ ആവർത്തിക്കുന്നുണ്ട്. മറുവശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. അവർക്കത് കൈവശം വെക്കാൻ അനുവദിക്കില്ല, നമുക്കത് ലഭിച്ചാൽ നശിപ്പിക്കുമെന്ന ട്രംപിന്റെ പരാമർശം തന്നെ അമേരിക്കയുടെ ഭാവി സൈനിക നീക്കങ്ങൾക്ക് സൂചന എന്ന രീതിയിലാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനിടെ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലം അതീവ ഗുരുതരമാണ്. ഫെബ്രുവരി 27-ന് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ നടത്തിയ സംയുക്ത ആക്രമണമാണ് ഇപ്പോഴത്തെ വലിയ സംഘർഷത്തിന്റെ തുടക്കം. അതിന് പ്രതികാരമായി ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ മിസൈൽ ആക്രമണങ്ങൾ നടത്തി. നിരവധി ഊർജ്ജ കേന്ദ്രങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ട ആക്രമണങ്ങൾ ലോകത്തെ തന്നെ ഞെട്ടിച്ചു. അതിലും വലിയ ആഘാതമുണ്ടാക്കിയത് ഹോർമുസ് കടലിടുക്ക് ഇറാൻ തടഞ്ഞതായിരുന്നു. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 1/5 കടന്നുപോകുന്ന അതീവ നിർണായകമായ സമുദ്രപാതയാണ് ഹോർമുസ് കടലിടുക്ക്. അതടച്ചതോടെ ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ വലിയ വിള്ളലുണ്ടായി. ഇന്ധനവില കുതിച്ചുയർന്നു. ഓഹരി വിപണികൾ തകർച്ച നേരിട്ടു. യൂറോപ്പിൽ നിന്ന് ഏഷ്യ വരെയുള്ള രാജ്യങ്ങൾ ഭീതിയിലായി. കാരണം പശ്ചിമേഷ്യയിലെ ഒരു യുദ്ധം ഈ പ്രാദേശിക പ്രശ്നമല്ല, അത് ലോക സമ്പദ് വ്യവസ്ഥയെ മുഴുവൻ പിടിച്ചുകുലുക്കുന്ന ആഗോള പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആശങ്ക സമാധാന ചർച്ചകൾ വെറും സമയം നേടാനുള്ള രാഷ്ട്രീയ തന്ത്രമാവുകയാണോ എന്നതാണ്. ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും മറുവശത്ത് ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണത്തിനായി തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതീവ ആശങ്കാജനകമാണ്. പ്രത്യേകിച്ച് ഡ്രോൺ യുദ്ധ സാങ്കേതിക വിദ്യയിൽ ഇറാൻ കഴിഞ്ഞ വർഷങ്ങളിൽ കൈവരിച്ച വളർച്ച അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ വെല്ലുവിളി തന്നെയാണ്. കുറഞ്ഞ ചെലവിൽ വൻ നാശം വിതയ്ക്കാൻ കഴിയുന്ന ആയിരക്കണക്കിന് ഡ്രോണുകൾ ഒരുമിച്ച് ഉപയോഗിക്കുന്ന സ്വാം അറ്റാക്ക് രീതിയിലാണ് ഇറാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആദ്യമേ സൂചിപ്പിച്ചതുപോലെ മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം പോലും കാടിനെ മുഴുവൻ വിറപ്പിക്കുന്ന ഗർജനമായി മാറാറുണ്ട്. ഇപ്പോൾ പശ്ചിമേഷ്യ കേൾക്കാൻ പോകുന്നതും അത്തരമൊരു ഗർജനമാണോ എന്ന ഭീതിയിലാണ് ലോകശക്തികൾ. വർഷങ്ങളായി ഉപരോധങ്ങളും സാമ്പത്തിക സമ്മർദ്ദങ്ങളും രഹസ്യ ആക്രമണങ്ങളും സൈനിക ഭീഷണികളും നേരിട്ട ഇറാൻ ഇനി പിന്മാറാൻ തയ്യാറല്ലെന്ന സന്ദേശമാണ് ഓരോ നീക്കത്തിലൂടെയും നൽകുന്നത്. അമേരിക്കയും ഇസ്രായേലും ഇറാനെ ഒരു വശത്താക്കി തളർത്തിയേക്കാമെന്നാണ് കരുതിയത്. പക്ഷെ ചരിത്രത്തിൽ പലപ്പോഴും ഏറ്റവും അപകടകാരിയായ നിമിഷം എന്നത് എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് കരുതപ്പെട്ട ശക്തി തിരിച്ചടിക്കാൻ തീരുമാനിക്കുന്ന നിമിഷമായിരുന്നു. അതിലേറെ ഭീതിജനകമായ കാര്യം, അത്തരമൊരു ആക്രമണം വിജയകരമായാൽ അത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും സൈനിക പരാജയം മാത്രമാകില്ല എന്നതാണ്. ലോകത്തെ നിയന്ത്രിക്കുന്ന മഹാശക്തികളെന്ന അവകാശവാദത്തിന് മേലുള്ള ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി അത് മാറും. പതിറ്റാണ്ടുകളായി അജയ്യരെന്ന് കരുതപ്പെട്ട അമേരിക്കൻ ഇസ്രായേൽ സൈനിക പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നു വീഴുന്ന കാഴ്ച ലോകം കണ്ടാൽ
അതവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടുകളിലൊന്നായി പോലും വിലയിരുത്തപ്പെടും. കാരണം ഒരു കാലത്ത് ലോകത്തെ ഭയപ്പെടുത്തിയത് അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളായിരുന്നു. എന്നാൽ ഇനി ലോകത്തെ ഭയപ്പെടുത്തുന്നത് ഇറാന്റെ നിശബ്ദതയാണ്. പുറത്തേക്ക് സമാധാന ചർച്ചകൾ നടക്കുമ്പോഴും അകത്ത് മറ്റൊരു ചരിത്ര നിമിഷത്തിനായുള്ള കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞുവെന്ന തോന്നലാണ് ഇപ്പോൾ ലോകരാഷ്ട്രത്തെ പിടിച്ചുകുലുക്കുന്നത്.